തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തത് കാരണമാണ് വോട്ട് അസാധുവായിരിക്കുന്നത്. സുലേഖ ശശികുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുലേഖ, BJP നേതൃത്വവുമായുള്ള ശ്രീലേഖയുടെ അസ്വാരസ്യങ്ങൾ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വോട്ട് കൂടി അസാധുവായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥ കാരണം? നിലവിലത്തെ സാഹചര്യം എന്തെല്ലാമാണ്? സിന്ദൂരി, എന്തായാലും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ നടക്കുന്നത്. സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നിരുന്നത്. ഇതിലാണ് ആ ശ്രീലേഖയുടെ വോട്ട് അസാധുവായിട്ടുള്ളത്. ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തത് കാരണമാണ് ഈ ശ്രീലേഖയുടെ വോട്ട് അസാധു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അസ്വാരസ്യങ്ങൾ അത് BJPക്കകത്ത് നിലനിൽക്കുന്നുണ്ട്, NDAക്കകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ നഗരാസൂത്രണ സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് വോട്ട് അസാധുവായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒപ്പിടാത്തതിനെ തുടർന്നാണ് ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായി മാറിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല. അത് വെള്ളിയാഴ്ച മാത്രമാണ് പൂർത്തിയാവുക. കോറം തികയാൻ 5 സമിതികൾ കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുക. വെള്ളിയാഴ്ചയാണ് ഇനി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാനുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. കോർപ്പറേഷനിലെ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായിട്ടുള്ളത്. സിന്ദൂരി.